എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലെ മുതലേ ഞാൻ തുടങ്ങുന്ന പരിപാടികളാണ് കേട്ടോ. ദോശയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ അതിലേക്ക് ചമ്മന്തിയാണ്. നല്ല അയിലക്കുട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് മുളകിടണം. പിന്നെ ബീഫുണ്ട്, ബീഫ് ഇന്നലെ വെച്ചില്ല, അപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കട്ട വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോശ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്. ചായ വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ. ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ, പാൽ ചായ കുടിക്കൂട്ടോ. അത് ഞാൻ കാച്ചി ആദ്യം വെച്ചിട്ടുണ്ട്. പിന്നെ ചക്ക കൊണ്ട് തന്നെ കളി. ഒരുപാട് ചക്ക മൂത്തിട്ടുണ്ട്. ഇന്നലെ ചക്കപ്പേരി, ഇന്ന് ചക്കപ്പേരി. ചക്ക കഴിയുന്നവരെ ഞാൻ ചക്കപ്പേരി കേട്ടോ. പിന്നെ ചോറ് വേവാരയിക്കണം, ചോറ് വാർക്കണം. മാങ്ങ ഇട്ടിട്ടാണ് മീൻ കറി വെക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഐറ്റംസുകളെല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളിയും ബീഫും വെക്കണം, ചക്ക ഉപ്പേരി, മാങ്ങ ഇട്ടിട്ടാണ് മീൻ കറി വെക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഐറ്റംസ് ആക്കി വെച്ചിട്ടുണ്ട്. ചക്കപ്പേരി വെന്ത് നോക്കുമ്പോൾ ഞാൻ രാവിലത്തെ ചമ്മന്തി കൂട്ടിയിട്ട് കുറച്ച് തിന്നാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. മീൻ കറിയിൽ മീൻ ഇട്ടിട്ടില്ല, കഷ്ണം വേവാൻ വേണ്ടി സെറ്റാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ കൊള്ളി കുക്കറിൽ വെച്ചിട്ടുണ്ട്. രാവിലത്തെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, അത് കൂട്ടിയിട്ടാണ് ഞാൻ ചക്ക കൂട്ടാൻ തിന്നെടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ മീനൊക്കെ ഇട്ട് കറി സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇതുണ്ട് വെന്തു. പിന്നെ കൊള്ളി വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് കുറച്ച് ബീഫ് കറി മാറ്റി വെക്കണം ചപ്പാത്തിയിലേക്ക് വൈകുന്നേരത്തേക്ക്. അത് മാറ്റി കഴിഞ്ഞ് കൊള്ളി വേവിച്ചതിന് ഞാൻ ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊള്ളിയും ബീഫ് റെഡിയായി, ബീഫ് കറിയും സെറ്റായി. ചപ്പാത്തി, മീൻ പൊരിച്ചത് 4 പൊരിച്ചിട്ടുള്ളൂ. പിന്നെ ചോറ്, മീൻ കറി. അധികം മീനൊന്നും മേടിച്ചില്ല, കുറച്ച് മീനേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചക്കപ്പേരി, പിന്നെ കൊള്ളിയും ഇറച്ചിയും, പിന്നെ ചപ്പാത്തിക്കുള്ള ബീഫ് കറി മുക്കി വെച്ചത്. അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ കേട്ടോ. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ വരാം.